അവൻ്റെ പിറവിയെ വിളംബരം ചെയ്തുകൊണ്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. എന്തൊരു സമാധാനവും ആശ്വാസവുമാണ് ഈ കടലാസ് വിളക്കുകൾ സാധാരണക്കാരായി നമുക്ക് സമ്മാനിക്കുന്നത്. ജീവിക്കാനായിട്ട് ചില കാരണങ്ങളുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, നടന്നു പോകാനായിട്ട് ദൂരമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ദിശ തെറ്റുമ്പോൾ ഗതി കിട്ടും, വഴി കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം. വിശേഷിച്ചും മരുഭൂമിയിലും കടലിലും പെട്ടവർക്ക് നക്ഷത്രമല്ലാതെ തങ്ങളുടെ സഞ്ചാരത്തിന് വേറൊരു സൂചന കിട്ടുന്നില്ല. ഒരു ചെറിയ വിളക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്രിസ്മസ് നാളിൽ നമ്മളോട് പറയുന്നത്. പ്രതീക്ഷയുള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാന പാഠം. 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പിന്നീട് വേദപുസ്തകം വിളംബരം ചെയ്യുന്നുണ്ടല്ലോ. സ്നേഹം, പ്രത്യാശ, വിശ്വാസം. പക്ഷേ ഏതൊക്കെയോ അളവിൽ ഈ 3 കാര്യങ്ങളോടും ഈ ഒരു ചെറിയ വിളക്ക് തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതീക്ഷ തന്നെ. തോമസ് അക്കംബിസ് എന്ന് പറയുന്ന പേര് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെ ആയിരിക്കും. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എഴുതിയ ആളാണ്. ബൈബിൾ കഴിഞ്ഞെന്നാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം അത്, വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള പുസ്തകം അത്. അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ മങ്കാണ്. അദ്ദേഹത്തെ ഈ വിശുദ്ധനാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അത് പാതി വഴിയിൽ വെച്ച് ഇങ്ങനെ നിന്നുപോയി. അതിനെക്കുറിച്ച് പറയുന്ന കാരണങ്ങളിലൊന്ന് ചരിത്രമോ കഥയൊന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. എങ്കിലും എന്തോ ഒരു സൂചന നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധി പരിശോധിക്കുമ്പോൾ, ശവകുടീരം തുറക്കുമ്പോൾ അവരത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇനി ചരിഞ്ഞാണ് കിടന്നിരുന്നത്. സ്വാഭാവികമായിട്ട് അതൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ലാത്ത. അതിൻ്റെ അർത്ഥം എന്തോ ഒരു ഇത്തിരി പ്രാണൻ കൂടി അവശേഷിച്ചിരിക്കുമ്പോഴായിരിക്കും മരിച്ചുവെന്ന് കരുതി അതത് സംസ്കരിച്ചത്. അങ്ങനെയെങ്കിൽ ആ കുടിസിടത്തിൽ കടന്ന് ആ പ്രാണൻ, അവശേഷിക്കുന്ന പ്രാണൻ ജീവന് വേണ്ടി വല്ലാതെ പോരാടിയിട്ടുണ്ടാകും, വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കടന്നുപോയ ഒരാളുടെ ഉള്ളിലൂടെ ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമോ? അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ശുഭകരമല്ലാത്ത, പ്രതീക്ഷയ്ക്ക് നിരക്കാത്ത എന്തോ കാര്യങ്ങളുമായി മടങ്ങിപ്പോയ ഒരാൾക്ക് ഒരുപക്ഷെ വിശുദ്ധനായി നിലനിൽക്കാനായിട്ടുള്ള അവകാശമില്ലെന്നുള്ള ഒരു അനുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നാമകരണ പരിപാടികൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്ന് പറയുന്നൊരു കാര്യം. നേരത്തെ പറഞ്ഞ കണക്ക് എന്തുമാത്രം അതിനകത്ത് സാധ്യതയുണ്ടെന്നോ എന്തുമാത്രം അത് ചരിത്രപരത ഉണ്ടെന്നുള്ളതെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്, ഈ പ്രതീക്ഷ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ. അതില്ലാതെ ഒരാൾക്ക് കടന്നു പോവുക, അതില്ലാതെ ഒരാൾ ജീവിക്കുക എന്നതിനേക്കാൾ കഠിനമായിട്ട് എന്തുണ്ട്? ഒരു നക്ഷത്രം ഇനിയും തെളിയാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും തെളിയുന്നുണ്ട്. എന്തുമാത്രം കാര്യങ്ങളിൽ ഇങ്ങനെ കുരുങ്ങിയും ചുരുങ്ങിയും തലകുനിച്ചുമൊക്കെ നടക്കേണ്ടി വരുന്ന പാവം മനുഷ്യർക്ക് തലയുയർത്തി നോക്കാനായിട്ടൊരു കാരണമുണ്ട്. നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിചാരം അതിങ്ങനെ സ്വയം കത്തി എരിഞ്ഞു പോകുന്ന ഒന്നാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ മെഴുകുതിരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത് വായിക്കാവുന്നതാണ്. കാരണം മറ്റു സംസ്കാരങ്ങളിലൊക്കെ ഇങ്ങനെ ദീപങ്ങൾ തെളിക്കുമ്പോൾ ആ ദീപങ്ങൾ അവശേഷിക്കുന്നുണ്ട്, കെട്ടടങ്ങുമ്പോഴും അത് അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഉരുകി ഉരുകി തീർന്ന് ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരടയാളമെന്ന് പറയുന്ന മെഴുതിരിയാണ്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വയം ഉരുകിത്തീർന്ന ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള ഓർമ്മകൾ ഒരു മെഴുതിരി ഉണർത്തുന്ന പറയുന്നത് പോലെ നക്ഷത്രങ്ങളും ഇങ്ങനെ സ്വയം കത്തി 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 കത്തിയിരിക്കുക. ഇങ്ങനെ കത്തുന്ന മനുഷ്യരെ നമുക്ക് ഈ ദിനങ്ങളെന്ന് ഓർത്താൻ നല്ലതാണ്. അവനവൻ ജീവിക്കുന്ന പരിസരത്തിന് വേണ്ടി സ്വയം കത്താൻ തയ്യാറായ മനുഷ്യരാണ്. അതിലിങ്ങനെ ഭൂമിയുടെ ഗതിയെ മാറ്റിയിട്ടുള്ള വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ തൊട്ട് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജോലിക്ക് പോയതിന് ശേഷം മടങ്ങി വരാൻ വൈകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗൃഹനാഥൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ സ്വയം കത്തുന്നവരാണ്. അവനവൻ കത്തിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രകാശമുണ്ടാവൂ എന്നുള്ള ഋജുവായ വിചാരം ഓരോ ചെറിയ നക്ഷത്ര വിളക്കുകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ പാഴായ ജീവിതങ്ങൾക്ക് മീതെ ഒരു നക്ഷത്രം തെളിയുന്നുണ്ട്. വലിയൊരു കൗതുകരമായൊരു കാര്യം ഇതാണ്.
ഈ അസാധാരണ നക്ഷത്രത്തെ പിഞ്ചെന്ന മനുഷ്യർ ശ്രദ്ധിച്ചൊരു കാര്യം, ഇങ്ങനെ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിന് മുകളിൽ വെച്ച് ഈ നക്ഷത്രത്തെ കാണാതെ പോയി. അപ്പം നമ്മൾ വിചാരിക്കുന്ന പലയിടങ്ങളിലും ചിലപ്പോൾ ഈ നക്ഷത്ര വിളക്കുകൾ തെളിയുന്നില്ല. ആഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരുപക്ഷെ മനുഷ്യ പറ്റില്ലാത്ത എന്ന് കരുതാവുന്ന ഇടങ്ങളിലുമൊക്കെ അതിൻ്റെയൊക്കെ ഒരു സൂചനയായിരിക്കുമല്ലോ ഈ പറയുന്ന ഒരു കൊട്ടാര സൂചന. പെട്ടെന്ന് ഈ നക്ഷത്രം ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. എന്നിട്ടോ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, ദരിദ്രരായ മനുഷ്യരിടങ്ങളിൽ, സാധാരണക്കാരായ മനുഷ്യരിടങ്ങളിൽ, കാലിപ്പറ്റങ്ങൾക്ക് മീതെയായിട്ട്, ആട്ടിടയന്മാർക്ക് മീതെയായിട്ട്, അലഞ്ഞു കിടന്നൊരു തച്ചനും അയാളുടെ ഭാര്യയ്ക്കും മീതെയൊക്കെ ആയിട്ട് നക്ഷത്രം തെളിയുന്നു. ഏതൊക്കെ തരത്തിൽ ലോകം ഒരു മനുഷ്യനെ തള്ളി അവഗണിച്ചാലും എവിടെ നിന്നോ ഈ പ്രപഞ്ചത്തെ നിശ്ചയിക്കുന്ന ഒരാൾ, അതിൻ്റെ ഗതികളെ നിശ്ചയിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നക്ഷത്രം തെളിച്ചു തരുന്നുണ്ട്. സ്വയം ഇങ്ങനെ കത്തി 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 ഇങ്ങനെ എരിഞ്ഞു പോകുന്ന മനുഷ്യരെ ഈ ഡിസംബർ നാളുകളിൽ ഒന്ന് കണ്ടെത്തി പ്രണമിക്കുക. അതും ഒരു സുഹൃതം തന്നെയാണ്, ക്രിസ്മസിലേക്കുള്ള ഏറ്റവും ഭംഗിയുള്ള സുഹൃതം. സംഗതകളിൽ പറയുന്ന ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ ശിക്ഷിച്ചു രാജാവ്. അതിങ്ങനെ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന തടാകത്തിലേക്ക് വലിച്ചെറിയാണ്. സ്വാഭാവികമായിട്ട് പിറ്റേന്ന് അയാളിങ്ങനെ ഈ മഞ്ഞുപാളികൾ ഒന്നിനെ കണക്ക് കുറഞ്ഞു പോകും. എന്നിട്ടും പിറ്റേന്ന് പ്രഭാതത്തിൽ അയാൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. അയാളുടെ പ്രാണനെ നിലനിർത്തുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ മഞ്ഞുറഞ്ഞ തടാകത്തിൽ നിന്ന് ഞാനൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടു. അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ ജാലകത്തിൻ പടിയിൽ തെളിച്ചു വച്ചിരിക്കുന്ന ഒരു എണ്ണവിളക്ക്. അതിനെ രാത്രി മുഴുവൻ നോക്കി 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 ഞാൻ എൻ്റെ തണുപ്പിനെ പ്രതിരോധിച്ചു. എവിടെയോ ചില നക്ഷത്രങ്ങൾ തെളിയുന്നുണ്ട്. അതിലേക്ക് നോക്കി നോക്കി ഒരുപക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താവുന്ന എല്ലാ ശൈത്യങ്ങളെയും പ്രതിരോധിക്കാനാവട്ടെ എന്ന ആശംസ കൂടി.